എല്ലാവരും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് കഴിച്ചേക്കണവർ എന്തായിരുന്നാലും ഇതിൻ്റെ ടേസ്റ്റ് മറക്കില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒട്ടും പാടില്ല, നല്ല ഈസി ആയിട്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇത് നമ്മളിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 1.5 ആഴ്ച വരേക്കും നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനും പറ്റും. പിന്നെ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സോണ മസൂരി റൈസാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ലി റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. അത് ഞാനിവിടെ 1.5 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഇതേപോലത്തെ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. പച്ചരി ഫസ്റ്റ് നമ്മൾ ചോറയ്ക്കും വേവിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് കഴുകിയിട്ട് ഈ അരി വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് അരി എടുത്തപ്പോൾ ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഈ അരി വേവിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അരി എടുക്കുന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കുക. അപ്പോൾ ഇത് നീക്കി വയ്ക്കുക. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരുന്നത് കുറച്ച് ചെറിയ ടൈപ്പ് തേങ്ങയായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തേങ്ങ ഇപ്പോൾ നല്ല വലിയ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ 1/4 ഭാഗം മതിയാവും. അതിപ്പോൾ തേങ്ങ ഇപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പാച്ചോറിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തേങ്ങയൊക്കെ എടുക്കുമ്പോൾ ഒരു ഏകദേശം അളവിലൊക്കെ ഇടുക. പക്ഷെ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര ഒന്ന് അലിയിച്ചിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കല്ലുള്ള ശർക്കരയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ഒന്ന് അരിച്ചിട്ട് ഇടുകയും വേണം. പിന്നെ നെയ്യ് വേണം. നെയ്യ് നമ്മൾ അരി വേവിച്ചിട്ട് എടുക്കുന്ന സമയത്തും ചേർക്കും. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് തേങ്ങക്കൊത്ത് വറുത്തിട്ട് ചേർക്കും. തേങ്ങക്കൊത്ത് വറുത്തിട്ട് എടുക്കുമ്പോഴും നമുക്ക് നെയ്യിൽ വറുത്തിട്ട് എടുക്കാം. അപ്പോൾ രണ്ടിലേക്കും നെയ്യും വേണം, പിന്നെ തേങ്ങക്കൊത്തും വേണം. തേങ്ങക്കൊത്ത് ഞാനിവിടെ ഒരു തേങ്ങയുടെ 1/4 ഭാഗമാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ തേങ്ങക്കൊത്തൊക്കെ ആയിരുന്നാലും ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങോട്ട് വറുത്തിട്ട് ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ ചെറിയ ജീരകവും ഏലക്കായയും കൂടിയിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 7 വലിയ ഏലക്കായും എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചിലർക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ ഈ അരി വേവിച്ചിട്ട് എടുക്കുമ്പോൾ അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും ചേർക്കും. മധുരം ചേർക്കണമെങ്കിലും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കണം. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് കഴുകിയിട്ട് എടുക്കാം. അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് കഴുകി വെച്ചേക്കണ അരി ചേർക്കാം. അപ്പോൾ അരി എടുക്കണം സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കുക. ഇനി തീ ഓണാക്കുക. ഈ മൂടി വെച്ചിട്ട് അരി വേവിക്കുക. അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ തീ പതുക്കെ ഒന്ന് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് തിളച്ച് പുറത്തേക്ക് പോകാത്ത രീതിയിൽ തീ കുറച്ചിട്ട് വെക്കാം. ഈ ചോറ് ഇനിയിപ്പോൾ ഒരു പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ശർക്കര ഒന്ന് അലിയിച്ചിട്ട് എടുക്കണമല്ലോ. ആ ശർക്കര അലിയിച്ചിട്ട് എടുക്കാം. ഈ ശർക്കര അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഞാനിവിടെ അരി എടുത്തേക്കണ ആ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം എടുക്കണത്. ഈ തീ ഓണാക്കാം. ഇതിലേക്ക് 1/2 കിലോ ശർക്കര ചേർക്കാം. ശർക്കര ഞാനിവിടെ ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അത് പെട്ടെന്ന് വെള്ളത്തിൽ അങ്ങോട്ട് അലിയുമല്ലോ.
അപ്പോൾ ശർക്കര വെള്ളത്തിൽ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചോറ് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ശർക്കര ചേർക്കണമെന്നുണ്ടെങ്കിലും അതിലേക്ക് നിങ്ങൾ ഉപ്പും കൂടിയും ചേർക്കണം. അപ്പോഴായിരിക്കും ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് വരാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചോറിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയും കൂടിയും ചേർക്കും. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കും. ഇപ്പോൾ ചോറിൽ തേങ്ങയും നെയ്യൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാം. ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈ ചോറ് നന്നായിട്ടൊന്ന് വറ്റി ഇങ്ങനെ വരട്ടിയ പോലെ എടുക്കണം. അപ്പോഴായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈ അരി ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ ശർക്കര പാനിയായിട്ട് തന്നെ ചേർക്കാം. ശർക്കര മറ്റോണം പൊടിച്ചിട്ട് ചേർക്കരുത്. ഇത് അത്യാവശ്യം ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ചോറിൻ്റെ കഞ്ഞിവെള്ളവും കൂടി ഉണ്ടല്ലോ, ഇത് കുറച്ചിങ്ങനെ തിക്കായിട്ടിരിക്കും. അപ്പോൾ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വരണം. നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഉപ്പ് കുറവ് പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ പൊടിച്ച് വെച്ചേക്കണ ചെറിയ ജീരകവും ഏലക്കായും ഉണ്ടല്ലോ, അത് രണ്ടും ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇത് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കണ്ട. അതേപോലെ തന്നെ കുറച്ച് ലൂസായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നെയ്യിൽ ആ തേങ്ങക്കൊത്തും കൂടിയിട്ട് വറുത്തിട്ട് ചേർക്കണം. ഇത് നെയ്ക്ക് വയ്ക്കാം. ഇനി തേങ്ങക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നെയ്യ് ചേർക്കാം. നെയ്യൊക്കെ കുറച്ച് നന്നായിട്ട് ചേർക്കാം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നെയ്യാണെങ്കിലും ഇത് അത്രയ്ക്കൊന്നും കൂടുതലില്ല. കാരണം ഇതൊന്നും നമ്മൾ ചോറൊക്കെ കഴിക്കുന്നപ്പോൾ എല്ലാം അങ്ങനെ ഒരുപാട് വയറ് നിറച്ചൊന്നും കഴിക്കുന്നില്ലല്ലോ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെയല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല നെയ്യൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിലേക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം. അപ്പോൾ തേങ്ങക്കൊത്ത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് പാച്ചോറിലേക്ക് ചേർക്കാം.
ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ തേങ്ങക്കൊത്തും നെയ്യൊക്കെ ഇതിൻ്റെ എല്ലാം അടുത്ത് അങ്ങോട്ട് ആവും. ഇപ്പോൾ നമ്മുടെ പാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇരുന്ന് ചൂടാറി നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക. അപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യണ പോലെ അങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തിട്ട് നമ്മൾ കഴിക്കില്ലേ അതേപോലെ കഴിക്കാം. ഇത് കട്ട് ചെയ്തിട്ട് എടുത്തു കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഇന്നിപ്പോൾ മഴയുള്ളതിനും പെട്ടെന്നാണ് ഇലയുടെ കളർ മാറിയല്ലേ, എല്ലായിടത്തും ഒരേ കളർ പോലെ നല്ല രസമുണ്ടല്ലേ. സൈഡിലേക്കൊന്ന് നീക്കി അവിടെ ഒരു റെഡ് നിൽക്കുന്നുണ്ട്, അത് നല്ല രസമുണ്ട് അത് വരുന്നത് വേണ്ട, അത് ഫോക്കസ് ചെയ്ത് പിടിക്കട്ടെ, നല്ല രസം. ഇന്നിപ്പോൾ മഴ പെയ്താനെന്ന് പെട്ടെന്ന് ഇങ്ങനെ കളർ മാറി. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളുണ്ടത്. ഞാനിപ്പോൾ മോളേനെ സ്കൂളിൽ നിന്ന് എടുത്ത് വരുന്ന വഴിയാണ്. ഇതിപ്പോൾ ഇന്നിവിടെ കാലത്തേക്ക് നല്ല മഴയായിരുന്നു, അപ്പോൾ പെട്ടെന്ന് ഇലയുടെ കളറുകളൊക്കെയാണ്ട് മാറി. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇലകളൊക്കെയാണ്ട് കൊഴിയും. പക്ഷേ ഇലകളൊക്കെ കൊഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഇലകളൊന്നും റോട്ടിലും പിന്നെ ഈ വീട്ടിലെ മുറ്റത്തും ഒന്നും കിടക്കില്ല, എല്ലാവരും അത് ക്ലീൻ ചെയ്യും. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ നന്നായിട്ട് മരങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇതൊരു പോക്കറ്റ് റോഡുണ്ടത്. ഇവിടെ നല്ല ക്ലൗഡി ആയിട്ടാണ് ഇരിക്കണേ. ഇതിപ്പോൾ ഇവിടെ നേരം ഉച്ച നേരം കേട്ടോ, ഇപ്പോൾ ഒരു 2 മണിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. നമ്മളിവിടെ തിരിയുമ്പോൾ അവിടെ ഒരു വീട്ടിൽ നല്ല രസമുണ്ട് കേട്ടോ. ഈ സൈഡിൽ, ഈ ലെഫ്റ്റ് സൈഡിൽ പിടിക്കണം ഈ മരം. അതൊന്ന് പിടിച്ചേ നിൽക്കട്ടെ, നമ്മളിവിടെ പാർക്ക് ചെയ്യാം. എനിക്ക് പിടിച്ചത് ആ കളറ് ചെയ്യണം. കിട്ടി, ഓക്കെ കിട്ടിയ ശരിക്കും പിടിച്ചാ. ഓക്കെ, നല്ല ഭംഗിയുള്ള കളറല്ലേ.
വീടുകളുടെ മുമ്പിൽ നിർത്തുന്ന ആൾക്കാരേക്ക് എന്താണ് നിർത്തണത്. നല്ല രസമുണ്ടല്ലേ കളർ. ഫോക്കസ് ചെയ്തി ഈ മരം ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്. ആ താഴെ പുല്ലുമ്മ കിടക്കുന്ന ഇലകളൊക്കെ ഒന്ന് പിടിച്ച് പിടിച്ചാ ഈ പിടിച്ചത് ആ സൈഡിൽ പിടി. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിൽ എല്ലാ വീടുകൾക്കും ഓരോ ഏക്കർ സ്ഥലം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കാണാനായിരുന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പം ഇലകളെല്ലാം വീണ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതെല്ലാവരും ഇവിടെ ക്ലീൻ ചെയ്യും. ഇവിടെ വീടുകൾക്ക് ഇപ്പോൾ കൂടുതൽ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാർ തന്നെ അത് ക്ലീൻ ചെയ്യില്ല. പുറത്തുനിന്ന് ആൾക്കാരെ തന്നെ വിളിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് ഇലകളൊക്കെ അങ്ങോട്ട് അപ്പോൾ അവരിൽ അതിനുള്ള മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതെല്ലാവരും ക്ലീൻ ചെയ്യും. ഇതാ മരം അങ്ങനെ ഡ്രസ് ഉണ്ടല്ലേ അടിയിൽ. ഓക്കെ റോഡിലൊക്കെ ആയിരുന്നാലും നിറച്ച് ഇലകൾ ഇങ്ങനെ വീണ് കിടക്കാം. അപ്പോൾ റോഡ് പിടിച്ച് അടിയിലേക്ക് എടുക്കുക. ആ വീടിൻ്റെ അവിടെ ഇറങ്ങിക്കാലൊക്കെ എന്ത് ചുമപ്പല്ലേ അത്. ഓ മൈ ഗാഷ്. ബാക്കിൽ വണ്ടിയില്ല. ഫോക്കസ് ചെയ്ത ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ.